الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام عليك يا سيدي يا حبيب الله أنت الحبيب حبيب الله نسألك الشفاعة عند الله يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. وقال حبيبنا محمد صلى الله عليه وسلم خير الناس من طال عمره وحسن عمله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. وهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ, അത് മുഅ്മിനായാൽ നിശ്ചയം കാണുന്നതാ. ഭയക്കാത്ത ഖൽബെല്ലാം ഖറാബാണെന്ന് അബൂ സുലൈമാൻ എന്നവർ പറയുന്നു. സൃഷ്ടാവിനെ കുറിച്ചെത്ര കണ്ടറിവുള്ളതാ, അറിവിന്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ. ഭയവും ലഭിക്കാനേറ്റവും അതുകൊണ്ട് അറിവിന്റെ ആളും കൂടുതൽ ലഭിക്കുന്നു. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ മദ്രസക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കുമൊക്കെ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഈ മദ്രസയിലെ പ്രിയപ്പെട്ട സദുസ്താദ്, സ്വാഗത ഭാഷണം കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിഹാബ്, അതുപോലെ മറ്റു ഇവിടെ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, വാത്സല്യ നിധികളായ ഉമ്മമാർ, സ്നേഹഭാചനങ്ങളായ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, പടച്ച റബ്ബ് നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നൊക്കെ മരിച്ചുപോയവർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാരണവന്മാരായ നമ്മുടെ മഹല്ലത്തിനും നമ്മുടെ ഈ ആത്മീയ വിളക്കുമാടമായ മദ്രസക്കുമൊക്കെ അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ കബറിടം അല്ലാഹു പ്രകാശിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ചുകൂടാൻ ഈ ആത്മീയ സദസ്സ് ഒരു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, മജ്‌ലിസുൻ നൂറിന്റെ മഹത്വത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല.
കാരണം അതിന്റെ മഹത്വവും ആ മഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓരോ മാസവും മജ്‌ലിസുൻ നൂർ നടക്കുമ്പോൾ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാനും നിങ്ങളും അതിൽ സംബന്ധിക്കുന്നു. ചില ആളുകൾ എപ്പോഴും ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആളുകൾ 2 മണിക്കൂർ അവിടെ പോയിരുന്ന എന്താ ലാഭം? ലാഭത്തിന് വേണ്ടിയല്ലാതെ ഭൗതികമാകട്ടെ പാരത്രികമായ ലോകത്തെ കാര്യമാവട്ടെ ലാഭത്തിന് വേണ്ടിയല്ലാതെ ഒരാളും ഒരു പണിയും എല്ലാം പ്രോഫിറ്റ് നേടാനുള്ള ചെയ്തികളായി പ്രവർത്തനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു മേജർ ഒരു വലിയ ഓപ്പറേഷത്തിന് വേണ്ടി ഒരാളെ കൊണ്ടുവരിക, വയസ്സായ ഒരാളെ. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അതിവിദഗ്ധൻ ഈ കൊണ്ടുവന്ന ആളുടെ പ്രിയപ്പെട്ട പൊന്നുമോന. ചിന്തിക്കണം. അങ്ങനെ കൊണ്ടുവരപ്പെട്ടു. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനുള്ള വസ്ത്രമൊക്കെ മാറ്റി തിയേറ്ററിലേക്ക് വാപ്പയെ കൊണ്ടുവരപ്പെട്ടു. മകൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുടെ അടുത്തെത്തിയപ്പോ ഒരു പൊതി ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട ആള് കൈമാറി. അത്ഭുതത്തോടെ ഡോക്ടർ ഈ പൊതി വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കി. പ്രിയപ്പെട്ട ബാപ്പ പറഞ്ഞു, പൊന്നുമോനെ, നീ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ പൊതിയിൽ നിനക്കുള്ളതുണ്ട്. ഇതിന്റെ കുറവ് കാരണം ഓപ്പറേഷനിൽ അശ്രദ്ധ വരാൻ പാടില്ല മോനെ. എന്റെ ബാപ്പയാണല്ലോ, ഈ ഓപ്പറേഷൻ ചെയ്താൽ ഇതിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടുകയില്ലല്ലോ എന്ന ടെൻഷൻ നിനക്ക് വേണ്ട. അതുകൊണ്ട് ഓപ്പറേഷൻ മനോഹരമായിക്കോട്ടെ എന്ന് പ്രിയപ്പെട്ട പൊന്നുമോനോട് ബാപ്പ പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില ആളുകൾ ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മജ്‌ലിസുൻ നൂറിന്റെ സദസ്സ് ഇവിടെ നടക്കുമ്പോ അവിടേക്ക് പോയാൽ എന്താണ് കാര്യമുണ്ടാകുന്നത്? കേവലം മണിക്കൂറുകൾ വെറുതെ നഷ്ടമാകുമോ എന്ന് കരുതിക്കൊണ്ട് ഈ ആത്മീയമായ മജ്‌ലിസിലേക്ക് കടന്നു വരാതെ ഒരുപാട് ആളുകൾ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ആത്മീയമായ മജ്‌ലിസുണ്ടല്ലോ, ഇത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ട കളിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടത് നവംബർ 7-നാണ്. നൂറുകണക്കിന് മജ്‌ലിസുൻ നൂറിന്റെ സദസ്സുകളിലേക്ക് കടന്നു പോകുമ്പോ ആ നാട്ടുകാർക്കൊക്കെ മജ്‌ലിസുൻ നൂറിന്റെ മഹത്വം പറയാനുണ്ട്, മദീനകളുടെ കറാമത്തുകൾ പറയാനുണ്ട്. നവംബർ 7-ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ബോധം കെട്ടതിന് ശേഷം 68ാമത്തെ ദിവസമാണ്. കൊപ്പം വൈദ് ഹാജിയുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ട് 68 ദിവസമായിട്ടുണ്ട്. ഉമ്മമാരെ, ഞാൻ മജ്‌ലിസുൻ നൂറിന്റെ മഹത്വം നിങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. കേവലം ഒരു മാസത്തിൽ മാത്രം ബദരീങ്ങളോട് ബന്ധം പുലർത്തേണ്ടവരല്ല ഞാനും നിങ്ങളും. ചെവി മുളച്ച കാലം മുതൽ ബദരീങ്ങളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയവരാ. പല ആളുകളും പരിഹസിക്കാറുണ്ട്. അതുപോലെ വയറ് നിറക്കാറും പോക്കറ്റ് ഉരുപ്പിക്കാനും ഉണ്ടാക്കിയ പരിപാടിയാണ്. അല്ല അല്ല, അവർക്ക് തെറ്റിയിട്ടുണ്ട്. മഹാന്മാരായ ബദരീങ്ങളുടെ കറാമത്തുകൾ അത് ജീവിതത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും തൗഫീഖ് വേണം. പ്രിയപ്പെട്ടവരെ, 68ാമത്തെ ദിവസത്തിൽ ബോധം നഷ്ടപ്പെട്ട ഉമ്മയെ അല്ലാഹുവിന്റെ അപാരമായ തോന്നിപ്പിക്കൽ കാരണം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയാണ്. ബുധനാഴ്ച കൊണ്ടുവന്നു, വ്യാഴാഴ്ച രാവിലെ കുളിപ്പിച്ച് വൃത്തിയാക്കി. ബോധം ഇല്ല. അങ്ങനെ വുളൂ ചെയ്തു കൊടുത്ത് പല്ല് തേച്ച് മഗ്‌രിബിയോടടുത്ത സമയത്ത് ആ റൂമിൽ നിന്ന് എല്ലാ സ്ത്രീകളെയും പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ മക്കളൊക്കെ ഒരുമിച്ച് കൂടി
മജ്‌ലിസുന്നൂർ പാരായണം ചെയ്യുകയാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സയ്യിദുൽ ഉമ്മ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു മഹാനുഭാവന്റെ ഖബറിടം വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ആ മഹാനവറുകൾ മജ്‌ലിസുന്നൂറിൽ ആത്മീയമായ ഔഷധമായി കേരള മുസ്ലിം ഉമ്മത്തിന് എന്നാണോ നൽകിയത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ ദിവസം പോലും പാഴാക്കാതെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അത് പാരായണം ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ മഹത്വം പറയാറില്ല. ബദരീങ്ങളുടെ കാവലെന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മ. ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവരാട്ടുവാൻ ബദരീകളാൽ തുടർപ്പനാ. നമ്മുടെ വീട്ടിൽ എന്നും മജ്‌ലിസുന്നൂർ നടക്കേണ്ടതുണ്ട്. പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള കാരണം, സാമ്പത്തികമായ പ്രയാസങ്ങൾ വേട്ടയാടാനുള്ള കാരണം, പട്ടിണി അധികരിക്കാനുള്ള കാരണം, സങ്കടങ്ങൾ പെരുകാനുള്ള കാരണം, മക്കളുടെ കാര്യങ്ങൾ വിഷമങ്ങൾ അധികരിക്കാനുള്ള കാരണമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ സലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ഖുർആൻ പാരായണം, പരിശുദ്ധമായ മൗലിദ്, പരിശുദ്ധമായ ബുർദയുടെ മനോഹരമായ പാരായണം. ഞാൻ പറഞ്ഞു വന്നത് ആ വ്യാഴാഴ്ചയുടെ മഗ്‌രിബ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ മജ്‌ലിസുന്നൂർ അങ്ങനെ പാരായണം ചെയ്യുമ്പോ 50 മുതൽ 60 വരെയുള്ള ഞാനിപ്പോൾ ചൊല്ലിയ ഈ വരികളുണ്ടല്ലോ, അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ 68 ദിവസം ബോധം നഷ്ടപ്പെട്ട ഉമ്മ പെട്ടെന്നതാ ബോധം തിരിച്ചു വരികയാണ്. അവിടെ കൂടി നിൽക്കുന്ന മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും നോക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കം ചൊല്ലി മരണപ്പെടുകയാണ്. ഇതെന്റെ അനുഭവമാണെങ്കിൽ ഇങ്ങനെ 1000 അനുഭവങ്ങളോ മജ്‌ലിസുന്നൂറിന്റെ സദസ്സുകൾക്ക് പറയാറുണ്ടെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കണേ പ്രിയപ്പെട്ടവരെ. ബദരീങ്ങളോട് ബന്ധം പുലർത്തണേ. ഖൽബിയായ ഒരു ബന്ധം അവരോട് ദൃഢമാക്കാൻ നമുക്ക് സാധിച്ചാൽ ഭൗതികമായ ലോകത്ത് അവരെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ നമുക്കുണ്ട്. ഇനി പാരത്രികമായ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴോ അവർ നമുക്ക് കൈത്തന്നുകൊണ്ട് രക്ഷയുടെ കവാടം തുറന്നു തരുമെന്നതിൽ സംശയമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അകറ്റി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ സഹായം ജീവിതത്തിൽ ഉടനീളം ആസ്വദിക്കാനും അനുഭവിക്കാനും സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു തൗഫീഖാണ്. ചില ആളുകൾ ഇതിനെ കളിയാക്കാറുണ്ട്, ഇതിനെതിരെ കൊഞ്ചനം കുത്താറുണ്ട്. ബദരീങ്ങളുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും തൗഫീഖ് വേണം. അല്ലാതെ അത് അവർക്ക് തൗഫീഖ് കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അല്ലെങ്കിൽ പൊന്നുമോൾ വീഴാൻ പോകുമ്പോ അത് കാണുന്ന ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിക്കാൻ, എന്റെ കുട്ടിയെ കാക്കണേ. ആ വീഴാൻ പോകുന്ന കുട്ടിക്ക് ആരോ കൈ കൊടുത്ത് പിടിക്കുന്ന പോലെ, രക്ഷയുടെ കൈ കൊടുക്കുന്ന പോലെ ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. ഇതാണ് ആസ്വദിക്കുക, അനുഭവിക്കുക എന്ന് പറയുന്നത്. അതിന് അവരോട് ഖൽബിയായ ഒരു ബന്ധം വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരൊറ്റ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയുടെ മിമ്പറുകളിൽ നിന്ന് ഉസ്താദുമാർ വിളിച്ചു പറയുന്ന ഒരു മനോഹരമായ ആലു ഇമ്രാൻ സൂറത്തിലെ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആലു ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏയ് വിശ്വാസികളായ ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കണേ മനുഷ്യ. പടച്ച റബ്ബ് നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട
സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ച് ജീവിക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. എങ്ങനെയാണ് ആ ഭയപ്പെടൽ? ആ പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ട പോലെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ മനുഷ്യ. എന്നിട്ട് തുടർന്നുകൊണ്ട് ഖുർആൻ നമ്മെ വിളിച്ചുകൊണ്ട് ഉണർത്തുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്നായാലും ഭൂമിയിൽ നിന്ന് ഞാനും നിങ്ങളും വിട പറഞ്ഞു പോകേണ്ടവരാണ്. ആരും തന്നെ ഇവിടെ ശാശ്വതന്മാരല്ല. എന്നും ഇവിടെ ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. കാരണം എന്താണെന്നറിയുമോ? ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം എന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, ബഹുതന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എന്നായാലും ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഭൂമിയിൽ ജീവിക്കാൻ, എന്നും ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ ആർക്കെങ്കിലും ഒരവസരം അല്ലാഹു നൽകുമായിരുന്നെങ്കിൽ വല്ലഹു കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഹല്ലദാ. അത് നമ്മളുടെ കരളിന്റെ കഷ്ണമായ ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരനായ അല്ലാഹു ഭൂമി ലോകത്ത് എന്നല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകിയ, ഏറ്റവും കൂടുതൽ ആദരിച്ച, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വത്തിനായിരുന്നു ആ അവസരം അല്ലാഹു നൽകേണ്ടിയിരുന്നത്. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബി പോലും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരും മരണത്തെ വെല്ലുവിളിച്ചവരാരും ഇവിടെ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് മരണത്തെ വെല്ലുവിളിച്ചു. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ എവിടെയാണ് മരണത്തെ വെല്ലുവിളിക്കുക? മരിക്കാതിരിക്കാൻ ഒരു മരുന്ന്. ഇന്നാലിന്റെ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവും അതേപോലെ തന്നെ യാത്ര കൂടുതൽ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലത്ത് ഒരു മരുന്ന് മരിക്കാതിരിക്കാൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച എന്താ അവസ്ഥ? നമ്മൾ ഓടിച്ചെല്ലൂലേ അല്ലേ? എത്ര തിരക്കുണ്ടെങ്കിലും അതിനെത്ര പൈസ ചെലവാക്കാനും പാടില്ല. ആ മരുന്ന് നമുക്കൊന്ന് കിട്ടണം. മരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവുക? അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ എപ്പോഴാണ് ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതെങ്കിൽ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകല്ല. ഉമ്മമാരെ ചിന്തിക്കണം, എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രായം ഒരു പ്രശ്നമല്ല, അതിന് രോഗം ഒരു പ്രശ്നമേ അല്ല. കമ്മിൻ സ്വഹീഹിം മാത മിൻ ഐരി ഇല്ലതി വകം മിൻ മരീരിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യദൃഢരായ ആളുകളാണെന്നറിയോ? അവരതാ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. മരണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു കാരണവും ഞാൻ അവളിൽ കണ്ടിട്ടില്ല. എന്റെ നാട് കുളത്തൂരാണ്, തൊട്ടപ്പുറത്ത് പെരുന്തൽമണ്ണയാണ്. അമ്മമാരെ ചിന്തിക്കണം കേട്ടോ. കാലം വളരെ മോശമായി കൊണ്ട് സഞ്ചരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സ്മരണയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തിരിച്ചു വയ്ക്കണേ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മുത്തഖിയായി മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അങ്ങനെ തന്നെ മരിച്ചു പോകാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തണേ. 5
അവസരങ്ങളാ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഒന്ന് ഉമ്മാന്റെ വയറ്റിലായിരുന്നു, അത് കൂടുതൽ പ്രശ്നങ്ങൾ എന്നെയും നിങ്ങളെയും നേരിട്ടിട്ടില്ല. കാരണം അത് ഉമ്മാക്കായിരുന്നു കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഒന്നാമത്തെ ജീവിതം 280 ദിവസമായിരുന്നു, അത് ഉമ്മയുടെ വയറ്റിലാണ്. കൂടുതൽ പ്രയാസങ്ങൾ ഉമ്മാക്കാണ് ഉണ്ടായിരുന്നത്. കാരണം 2.5 കിലോ ഉള്ള 3 കിലോ ഭാരമുള്ള ഞാനും ഞങ്ങളും ഉമ്മയുടെ വയറ്റിലായിരുന്നപ്പോ ഉമ്മ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. പല സൽക്കാരങ്ങളും കല്യാണങ്ങളും പല വിനോദയാത്രകളും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉമ്മ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല നോമ്പ് പോലും നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്. ഖുർആൻ ഉപയോഗിച്ചത് അതൊരു പ്രയാസത്തിനുമേൽ പ്രയാസം ഉണ്ടായ കാലഘട്ടമാണ്. അതുകൊണ്ട് ഉമ്മയെ മറക്കല്ല, ഉപ്പയെ അവഗണിക്കല്ല. ദുനിയാവും ആഖിറവും പരാജയപ്പെടാൻ കാരണമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ജീവിതമാകുന്നത് അത് ദുനിയാവിലാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് മുതൽ ഇനി മരിക്കുന്ന സമയം വരെയാണ് രണ്ടാമത്തെ ജീവിതം. അത് പരമാവധി പടച്ചവന്റെ പൊരുത്തത്തിലാക്കണേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പടച്ചവനെ പേടിക്കേണ്ട പോലെ പേടിച്ചു ജീവിക്കണം മനുഷ്യ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്നായാലും വിട പറഞ്ഞു പോകേണ്ടവരാണ്, വിട പറയേണ്ടവരാണ്. മലക്കുൽ മൗത്ത് അസ്റാഈൽ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നൽകുന്ന പടച്ച റബ്ബ് നൽകുന്ന സമ്മാനവുമായി ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളെയും അടുത്തേക്ക് വരുമ്പോ എനിക്ക് പോരാനൊക്കൂല. എന്റെ വീട് പണി 90% കഴിഞ്ഞിട്ടുണ്ട്, ഒരു 10% പണി കടിച്ചു എന്ന് വീടിരിക്കട്ടെ എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്റെ പൊന്നുമോളുടെ പൊന്നുമോന്റെ നിക്കാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അതൊന്ന് കടിയട്ടെ എന്ന് പറയാൻ അവസരമില്ല. ഞാനതാ പറഞ്ഞത് പെരിന്തൽമണ്ണ പാതാക്കരയിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി സുബ്ഹാനല്ലാഹ് കല്യാണത്തിന്റെ തലേ രാത്രി ഉമ്മമാരെ ചിന്തിക്കാൻ കഴിയുമോ? സങ്കൽപ്പിക്കാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആകുമോ? സങ്കടം വരുന്നില്ലെങ്കിൽ നമ്മുടെ മോളാണെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്ക്. കൂട്ടുകാരികൾ വീട്ടിലേക്കെത്തി, നാട്ടുകാരു വീട്ടിലേക്കെത്തി, ബന്ധുക്കളെല്ലാം വീട്ടിലേക്കെത്തി. എല്ലാവരും ക്ഷണിച്ച എല്ലാവരും തലേന്ന് രാത്രി വീട്ടിലെത്തി. പ്രിയപ്പെട്ട 19 വയസ്സുള്ള പൊന്നുമോൾ നീലാഞ്ചിയൊക്കെ ഇട്ട് പുതിയ വസ്ത്രം ധരിച്ച് കാത്തു നിൽക്കുകയാ. എല്ലാവരെയും കാത്തു നിൽക്കുകയാണ്. രാത്രി കല്യാണം നടക്കാൻ പോവുകയാണ്. നാളെ പുതിയ പിള്ളയുടെ കൈ പിടിച്ചുകൊണ്ട് മണിയറയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു പോകേണ്ട പെൺകുട്ടിയാണ്. സുബ്ഹാനല്ലാഹ് നാളേക്കുള്ള ചെമ്പുകൾ അടുപ്പത്തങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിക്കുള്ള ഭക്ഷണം ഒരു ഭാഗത്ത് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ മൊബൈലുകളും ക്യാമറകളും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. 19 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. കുടുംബം മുഴുവനും സങ്കടത്തിലാണ്. പെൺകുട്ടിയുമായി പെട്ടെന്ന് പെരിന്തൽമണ്ണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ മൗലാനയിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ് യാത്രാമധ്യേ ആ പെൺകുട്ടിയതാ കുടുംബക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്ക് സുഖമില്ലല്ലോ, എനിക്ക് വയ്യല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടക്കുന്നു. എത്രയെത്ര ആരോഗ്യദൃഢരായ ആളുകളാണ്, ചെറുപ്പക്കാരാണ്. അവരതാ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഒരു കാരണവുമില്ല.
ഇന്നലെയായിരുന്നു മൗലിദ്. കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിലേക്ക് വിദേശത്ത് നിന്ന് 28 വയസ്സുള്ള ഇസ്ഹാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടി കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, അബൂദാബിയിൽ നിന്നാ വരുന്നത്. 9 മാസം പ്രായമുള്ള പൊന്നുമോൻ കാത്തു നിൽക്കുകയാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ വരവും കാത്തിട്ട് ആഴ്ചകളും മാസങ്ങളും മാത്രമാണ് വരാൻ ബാക്കിയുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ ജനലമറ്റ ശരീരമാണ് നാട്ടിലേക്ക് കടന്നു വന്നത്. ഞാൻ പറയുന്നത് ഉമ്മാ, ശബ്ദം ശരിക്കുന്ന ചെറുപ്പക്കാരാ, കാലത്തിന്റെ ഈ മോശമായ ഈ സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല മോഡലായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയിലും പള്ളിയിലെ ഉസ്താദുമാർ പൊടികെട്ടുന്ന പോലെ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുന്നത്, പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഭൂമിയിൽ നിന്ന് എന്നാണോ നീ വിട പറഞ്ഞു പോകുന്നത്, മുഅ്മിനീങ്ങൾക്ക് സമ്മാനമാകുന്ന മരണം അൽ മൗതു തുഹഖത്തുൽ ലിൽ മുഅ്മിനീൻ. പടച്ച റബ്ബ് വിശ്വാസികളായ ആളുകൾക്ക് സമ്മാനമായി നൽകുന്ന ആ മരണം ഏറ്റുവാങ്ങാൻ, ആ മരണത്തിന് വേണ്ടി തയ്യാറാകാൻ, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിക്കാനാ വെള്ളിയാഴ്ചയിൽ ഇമാമുമാർ പറയുന്നത്, ഖുർആൻ നമ്മെ വിളിക്കുന്നത്, ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് വെറും ഒരു പറച്ചിലല്ല. അല്ലാഹുവിന്റെ കൃത്യമായ അവകാശമുണ്ട് നമ്മുടെ മേൽ. കാരണം അത്രയും ചെയ്തെന്നിട്ടുണ്ടല്ല. നമ്മളും അള്ളയും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാ? ഏറ്റവും ഖുർആനിലെ മഹത്വമുള്ള ആയത്ത് ഏതാ? എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്താ. കുട്ടികൾ പറയണ ആയത്ത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൽ പറയുന്നുണ്ട്. ഇവിടെ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അള്ളാനെ കുറിച്ച് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, നബിയേ അള്ളയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു വന്നത് അള്ളയെ സൂക്ഷിച്ച് നടക്കുക എന്ന് അള്ള പറയുന്നുണ്ടെങ്കിൽ, അള്ള അത്രക്കും നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട്. അള്ളാനെ ഓർത്ത് നടക്കാനുള്ള അവസരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി. ഒരു നിമിഷം പോലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് അള്ളാഹു മായൂല. അത്രക്ക് ബന്ധം ഉണ്ടാവണം നമുക്ക് അള്ളാനായിട്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളയെ കുറിച്ച് ഖുർആൻ പറയുന്ന മനോഹരമായ ആയത്ത്. അല്ലാഹു പറയുകയാണ്, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ഉറക്കമില്ല, ഒരു തൂങ്ങി ഉറക്കം പോലും അല്ലാഹ്ക്കില്ല. ഉറക്കം പോയിട്ട് ഒരു തൂങ്ങി ഉറക്കം പോലും ഇല്ല. പിന്നെ എന്താ അല്ലാഹു പണി? എന്റെ അടിമകളായ ഉടമസ്ഥനായ റബ്ബ് അടിമകളായ നമുക്ക് ഓരോ നിമിഷങ്ങളും അനുഗ്രഹങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇത്ര കർശനമായി പറയുന്നത്, മനുഷ്യ എന്നെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. ഞാൻ ഒരു ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. പരിശുദ്ധമായ ഇബ്രാഹിം സൂറത്തിലെ 34-ാമത്തെ ആയത്താണ്. ആ ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടും അല്ലാഹു ചോദിക്കുന്നത്, വഅതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ മനുഷ്യ? എന്തൊരു ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. മനുഷ്യ, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? എന്നിട്ടില്ലേ?
പറിപ്പാരങ്ങളെ അല്ല നമ്മൾ ചോദിച്ചത് തന്നിട്ടില്ലേ? ചോദിച്ചതിനേക്കാൾ ചോദിക്കാത്തതായിരിക്കും നമുക്ക് റബ്ബ് തന്നിട്ടുണ്ടാവുക. ആലോചിച്ച് പടച്ച റബ്ബിന്റെ ഏത് അനുഗ്രഹമാണ് ഞാനും നിങ്ങളും ചർച്ച ചെയ്യാൻ എടുക്കുക. സുബ്ഹാനല്ലാഹ്, അത്രമേൽ അത്ഭുതങ്ങളാൽ അനുഗ്രഹങ്ങളാണ് നമുക്ക് റബ്ബ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഫضലുകളുണ്ടല്ലോ, അത് നിങ്ങളെങ്ങാനും എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ ലോകത്ത് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച്, മെമ്മറി കാർഡുകൾ ഉപയോഗിച്ച്, കാൽക്കുലേറ്ററുകൾ ഉപയോഗിച്ച് അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൂട്ടിക്കിടിച്ച് കുളിച്ച് ഹരിച്ചു തുടങ്ങിയാൽ ഒരിക്കലും അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താനും സാധ്യമല്ല മനുഷ്യ. അത്രമേൽ അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ഒരു നീണ്ട വയലന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്ന് ഈ വയല് കേട്ട് വീട്ടിലേക്ക് ചെന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ. ഒരു നിമിഷം പോലും പടച്ച റബ്ബിന്റെ ഓർമ്മയിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും തന്റെ ശരീരത്തെ കുറിച്ച് വിചിന്തനം നടത്താൻ തയ്യാറായാൽ, തന്റെ ശരീരങ്ങളെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ പടച്ച റബ്ബിലേക്ക് ഓട്ടോമാറ്റിക്കലായി ആ അത്ഭുതങ്ങളിലൂടെ അവന് ചെന്നെത്താമെന്ന അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലെ സ്പൈനൽ കോഡ് മുതൽ ചെറിയ നാഡീഞരമ്പുകൾ വരെ എത്ര മനോഹരമായിട്ടാ പടച്ച റബ്ബ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കോ നിങ്ങൾക്കോ അതിന് സാധിക്കുമോ? ഈ കണ്ണൊന്ന് തുറന്ന് ഇവ ചിന്തപ്പെട്ടാൽ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? സ്വന്തമായി കൈയൊന്ന് ചലിപ്പിക്കാൻ, ഈ കാല് വെച്ച അടിയിൽ നിന്ന് മുന്നോട്ട് വയ്ക്കാൻ, എന്തിനേറെ പറയണം, മലമൂത്ര വിസർജനത്തിന് ബാത്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സ്വിച്ചിന്റെ സഹായം പോലും ഇല്ലാതെ കരുതുമ്പോഴേക്ക് മൂത്രം പുറത്തേക്ക് വരുമ്പോ, കരുതുമ്പോഴേക്ക് മൂത്രം അവിടെ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എണ്ണിയാലുടുമാത്ത നൂറുകണക്കിന് യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, കണ്ണു തുറക്കുന്നത്, കേൾക്കുന്നത്, ശ്വസിക്കുന്നത്, മണക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വായു ആസ്വദിച്ച്, അല്ലാഹു നൽകുന്ന വെള്ളം കുടിച്ച്, അല്ലാഹു നൽകുന്ന സുഭിക്ഷമായ ഭക്ഷണ പാനീയങ്ങൾ കടിച്ചുകൊണ്ട് ഇന്നൽ ഇൻസാന ലമലൂമുൽ കഫാർ, അക്രമിയായിട്ട്, നന്ദിയില്ലാത്തവനായിട്ട് മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുകയാണെന്ന് ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്ദിയുള്ള ഒരു അടിമയാകണം. പടച്ച റബ്ബ് ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നിങ്ങൾ ആലോചിച്ചു നോക്കി, നന്ദി എന്ന് പറയുന്നത് ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ചു വെക്കാനാണ്. അല്ലാതെ നേരം വെളുക്കുമ്പോ തന്നെ പള്ളിയിൽ പോയി മുമ്പത്തെ സഫിൽ ഇങ്ങനെ ഇരിക്കാതെ അർത്ഥമില്ല. നിസ്കരിക്കണ്ടേ എന്നതിന് അർത്ഥമില്ല. ഖുർആൻ ഓതണ്ടേ എന്നതിന് അർത്ഥമില്ല. ഒരു നന്ദിയുടെ വാക്ക് ഉടമയായ റബ്ബ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല വാക്കുകളുണ്ട്. അതിനാ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ബാത്റൂമിലേക്ക് കയറുമ്പോ ഏത് കാലം
വലത്തെ കാലം ഏത് കാലം വെക്കുക? ഷിമാലു ഷാറാണ്. ഇടത്തെ ഭാഗം അടിപൊളിയാ. ഇടത്തെ കാല് വെച്ചിട്ട് കയറേണ്ടത്. അപ്പൊ ഒരു ദിക്ർ ചെല്ലാറുണ്ട്. ചിലര് ടൈമില്ലാത്തോണ്ട് ചെല്ലലില്ല, ചെല്ലണം. ഇത് ഉടമയായ റബ്ബ് അടിമകളായ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പൂതിരിയുടെ വാക്കാണ്. ഇനി തിരിച്ചു അവിടെ പോയി ആരും സ്വിച്ച് ഇട്ടിട്ടില്ല. കാരണം മുത്തുറയുടെ സ്വിച്ച് ഇട്ടിരുന്നു. മുത്തുറയ്ക്കാലും ഇല്ലല്ലോ. നമ്മൾ മനസ്സുകൊണ്ട് കരുതുമ്പോഴേക്കും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെങ്ങനെയാണ് പടച്ചോന്റെ ഓർമ്മയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുക? എത്ര അത്ഭുതമാണ്, എത്ര അനുഗ്രഹങ്ങളാണ് മുഅ്മിനീങ്ങളെ നമുക്ക് തന്നു ചെയ്തു തന്നിട്ടുള്ളത്. ഇറങ്ങുമ്പോ വലത്തെ കാല് വെച്ച് പോരണം. ഏത് ഇക്കറ ചെല്ലണ്ട്? നല്ല കുട്ടികളെ ഒന്നെല്ലാരും ചെല്ലിക്കാണ്. ദിക്റൊക്കെ നെവർ മൈൻഡ് ആക്കുന്ന ഒരു കാലാണ്. സിമ്പിൾ ആക്കി അതിന്റെ ആവശ്യമില്ലാത്ത ഒരു തോണല്. ഒരു രസകരമായ സംഭവം ഉണ്ട്. അതിന്റെ കൂട്ടുകാരം പുതിയാപ്പളാവാൻ പോവാണ്. അപ്പൊ പറഞ്ഞു ആദിരാത്രി എന്തൊക്കെ ദിക്ർ ചെല്ലാണ്ടല്ലോ ഉസ്താദെ, നിങ്ങളത് നേരിട്ട് വെച്ച് അറിയില്ല. ആദിരാത്രി ദിക്ർ ചെല്ലാണ്ട് പടക്കം പൊടിച്ചിട്ട് മാത്രല്ല, ഏതൊരു ജാമൂസ് കണ്ടില്ല ഒരു ക്രെയിനില് ആ പെണ്ണിന്റെ മുമ്പക്ക് മുട്ടായി ഇറക്കി കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു അന്തം മനുഷ്യന് വേണ്ട. അതൊന്നുമല്ല നമ്മുടെ റോൾ മോഡൽ. അവരെ ഒന്നല്ല നമ്മൾ പിന്താകണ്ടേ. പണ്ട് വയലാറാൻ പോയി മൂല്യന്, അടുത്ത കൊല്ലം മൂല്യനെ വാൽ ഇഷ്ടപ്പെട്ടിട്ട് മൂല്യനെ വീണ്ടും വിളിക്കുകയാണ്. ശാപകര് ബക്കറ്റ് ഇങ്ങോട്ടും മൂല്യന്മാരായതുകൊണ്ട് വേണ്ടേ. രണ്ട് മൂല്യന്മാര് കൈക്കോട്ട നടന്നിരുന്നു ആൾക്കാർ. ഒരു ഭാഗത്തേക്ക് മാത്രം മാന്താരേ ഉള്ളൂ. അതാണ് ഈ ചില്ലറ പൈസ ഇല്ല. ഗൂഗിൾ പേ ആണ്. ഉള്ള വർക്കത്ത് എല്ലാവരും കൊടുക്കുക. എല്ലാവരും നല്ലപോലെ കൊടുക്കുക. നമ്മൾ തന്നെ കൊടുക്കണോര് ഇനി കൊടുക്കല്ലോര് നമ്മൾ തന്നെയാണ്. കൊടുത്തുകൊണ്ടിരിക്കണോ നമ്മളാ. രണ്ട് മലക്കുകൾ നേരം വെളുക്കുമ്പോ നമ്മൾ എത്തിക്ക് വരുന്ന. അപ്പൊ ഈ ബക്കറ്റ് വരുമ്പോ മജ്‌ലിസുന്നൂറിന്റെ സദസ്സിക്ക് വന്നോലൊക്കെ ഒരു ഉറുപ്പിയെങ്കിലും അതിലിടണം. ബക്കറ്റ് നമ്മൾ മുമ്പിൽ വരുന്നത് കാരണം എന്താ? രണ്ട് മലക്കുകൾ എന്ന് നേരം വെളുക്കുമ്പോ നമ്മൾ എത്തിക്ക് വരുന്നുണ്ട്. ഇത് നോക്കാനേ ഈ ചങ്ങായി എന്തൊക്കെ പൈസ കൊണ്ട് കാട്ടി കൂട്ടണേ. അപ്പൊ ഒന്നാമത്തെ മലക്ക് മറിക്കണേ, ഈ പൊരുത്തപ്പെട്ട മാർഗങ്ങളിൽ ചെലവഴിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അതിന് പകരം നീ നൽകണേ അല്ലാഹ്. എന്നാൽ മറ്റേ മലക്ക് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. ഒരുപാട് നല്ല കാര്യങ്ങളുമായി ഈ നൽകിയ സമ്പത്തുമായി ഇടപഴകാൻ ആ മനുഷ്യന് ചാൻസ് ഉണ്ടായിട്ട് ആ മനുഷ്യൻ അതിനെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അഅതി മുംസികൻ തലഫാ, ആ മനുഷ്യന് നാശം നൽകണേ. ഇത് മലക്കുകൾ ദുആ ചെയ്യും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. മജ്‌ലിസുന്നൂറിന്റെ ബക്കറ്റ് നിറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇത് മുത്തിരി ഒരു റുപ്യ ആരും വന്നാലും എടാ എന്റെ എല്ലാ എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു റുപ്യെങ്കിലും അതിൽ ഇടാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് അല്ലാഹുക്ക് വലിയ ഇഷ്ടാ. അല്ലാഹു നമ്മുടെ സമ്പത്തിനൊക്കെ അമിതമായി ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞെന്താറിയോ, അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ രംഗപ്രവേശനം ചെയ്യും. അതിലൊന്നും നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടതില്ല. നമുക്ക് മനോഹരം. അതാണ് ഫാത്തിഹ സൂറത്തിൽ ഞാനും നിങ്ങൾ ഓതുന്നത്. പടച്ചോനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇനി കാലഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്ന എല്ലാ ലാല്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നീ കോപിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കഴിച്ചിലാക്കണം. 17 തവണ നമ്മൾ പറയാൻ, അത് ആത്മാർത്ഥമായി മനസ്സിനെ പറ്റി പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മോലിയെ വീണ്ടും വയലാറാൻ കൊണ്ടുപോയി. അപ്പൊ കഴിഞ്ഞ വർഷം മോലിയെ വയലാറിന്റെ നെരിയാണിക്കടിയിൽ കുഴിയെടുക്കണേ പറ്റിയിട്ട. അപ്പൊ ഈ കൊല്ലം വന്നപ്പോ കുട്ടികളുടെ പാൻറ്റൊക്കെ നെരിയാണിക്ക് മോളിലാണ്. അപ്പൊ വയലിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കൊല്ലം വയലാറിന് കാര്യം ഉണ്ടായി. ചെറുതായിട്ട് വലിച്ചു കൂടുക. അതിനൊരു കുട്ടിയാണല്ലോ നിങ്ങളെ വായനോട്ടം നല്ല ഉസ്താദേ, അത്
ദുൽഖർ സൽമാൻ കഴിഞ്ഞ മാസം റിലീസായ പടത്തിൽ അങ്ങനത്തെ പാന്റ് ഇട്ടിക്കണേ, ഞങ്ങളൊക്കെ ആ പാന്റ് ഇട്ടതാണ്. നമ്മളെ കുട്ടികളുടെ റോൾ മോഡൽ അതാണ്. ഇനിയിപ്പോ പിന്നെ ഏതോ മണമാളനോ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഈ ജാമൂസുകളൊക്കെ പേരും പോലെ ഐഡന്റിറ്റി നമ്മളതായി, അതാണ് നമുക്ക് വലിയ പ്രശ്നം. നമുക്കൊരു ഐഡന്റിറ്റി മുസ്ലിം എന്നാണ്. അത് എല്ലായിടത്തും ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ പറഞ്ഞ ഈ ആയത്തിന്റെ ആകെ അതാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാനെ പേടിച്ച് ജീവിക്കണം എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളായിട്ട് മരിക്കണം എന്നാ. അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങളായിട്ടല്ലാതെ ചത്തുപോണ ആൾക്കാരുണ്ട് എന്നാ. പേടിക്കണം, കാലമോശ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, കാലമോശ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഓനെ കണ്ടിട്ട് വേറെ ടീമിന് ചെയ്യും. കല്യാണം എന്ന് പറയുന്ന ഇത്ര മനോഹരമായ ഒരു കർമ്മകാരം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ദിക്കറൊക്കെ ഓർമ്മയിലാക്കുക, നിങ്ങളെ പാടിയില്ല. അങ്ങനെ ഈ സുഹൃത്തിന്റെ എഴുതി വാങ്ങി പെണ്ണിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പുതിയാപ്പിള ആദ്യ രാത്രി മണിയറയിൽ പറയേണ്ട ദിക്കർ ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. അല്ലാതെ പടക്കം പൊട്ടിയിട്ട് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടല്ല വേണ്ടേ, ഒരു ചകിടത്ത് കുട്ടി നോക്കി ഒന്ന് പൊട്ടിച്ച വേണ്ടേ. എത്ര മണിയറകളിൽ നിന്നാണ് പെൺകുട്ടികൾ പേടിച്ചിട്ട് ചികിത്സ തേടി പോണത് കാര്യങ്ങൾ തോന്നിയ സഞ്ചിച്ച. അപ്പൊ ഇപ്പൊ എഴുതി വാങ്ങിയ സാധനം പെണ്ണിന്റെ തലന്റെ ബാക്കിൽ ഇങ്ങനെ മുടിച്ചിട്ട് എന്നിട്ടോ ഇങ്ങനെ വായിക്കാണ് തപ്പിക്കുടിച്ചിട്ട് എഴുതി കൊടുത്തത്. അതില് ഞാൻ പറഞ്ഞു ഇപ്പൊ ആർക്കും വേണ്ട. ഈ പെണ്ണ് പേപ്പർ ചുറ്റി മടങ്ങി. നിങ്ങളിപ്പോ കുതിരിയത്തും മങ്കൂസ് പോലും തോന്നാ നിൽക്കുക ഈ രാത്രി നിങ്ങൾ അവിടെ പറഞ്ഞ് ആ പേപ്പർ ചുറ്റി മടക്കാൻ പുറത്ത് കിട്ടുമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കി, നിങ്ങൾ ഈ ബാത്റൂമിൽ നടന്ന ചില്ലറ കാര്യമാണ്. മൂത്രം കെട്ടി നിന്ന എന്താ നിങ്ങളുടെ അവസ്ഥ? മലം കെട്ടി നിന്ന എന്താ അവസ്ഥ? ഒരു ഓപ്പറേഷനുമായി LES മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ തൊട്ടപ്പുറത്ത് സുലൈമാൻ എന്ന 27 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഒരു മാസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നപ്പോ 4 ആഴ്ച, ഒരു മാസത്തിൽ 4 തവണ സുലൈമാനെ കൊണ്ടുവരികയാണ് തൊട്ടപ്പുറത്തെ ബെഡ്ക്ക്. ശിഷ്യന്മാര് വരും, ഓന്റെ ബെഡ് ഇങ്ങനെ മറക്കും. ആ മറ കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ശിഷ്യന്മാർ ഇങ്ങനെ പോകും. അപ്പൊ ഓന്റെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ കുട്ടിക്ക് ചോദിച്ചു? അതെ, 2 കൊല്ലം മുമ്പ് ആക്സിഡന്റ് നടന്നതാണ്. എല്ലാ ആഴ്ച ഇവിടെ വരണം, ഗുളിക വെക്കണം, മല പുറത്തെടുക്കണം. ഓനിക്ക് സ്വമേധയാൽ മല പുറത്ത് കൂടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ബാത്റൂമിൽ നിന്ന് വരുമ്പോ പറഞ്ഞത്? ഉടമയായ റബ്ബ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അടിമകളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ദിക്റ് ഖുർആനക്കുൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്റെ ശരീരത്തിൽ നിന്ന് ഒരു മ്ലേച്ഛത പുറത്ത് കളഞ്ഞിട്ട് എന്റെ ശരീരത്തിന്റെ സുഖം നൽകിയ അല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഉപ്പമാരെ, ഇത് ചെല്ലണ്ടയോ? ഇതൊരു നന്ദിയുടെ വാക്കല്ലയോ? ഒരു മൂത്രം അവിടെ കെട്ടിരുന്നാൽ, ഒരു മലം അവിടെ കെട്ടിരുന്നാൽ എന്താ മുമ്പിലെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഞാനതാ പറഞ്ഞത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ഉറങ്ങുന്നില്ല, അല്ലാഹു തൂങ്ങി ഉറങ്ങുന്നു പോലുമില്ല. പിന്നെ എന്താ അല്ലാഹുക്ക് പണിയെന്നറിയോ? നമ്മളെ സൂക്ഷ്മം നിരീക്ഷിക്കുകയാ. എന്തിനു വേണ്ടിയാണ്? എന്റെ അടിമകൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യങ്ങളൊക്കെ പടച്ച റബ്ബ് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ആ റബ്ബിലേക്ക് ഹൃദയത്തെ തിരിച്ചു വയ്ക്കണേ, വൃദ്ധതയായി ജീവിക്കണേ, തഖ്വയുള്ളവരാകണേ. ആരാ തഖ്വയുള്ളവരെന്നറിയോ? ആരാ തഖ്വയുള്ളവരെന്നറിയോ? ആരാ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ചവരെന്നറിയോ? ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് ഒരുപാട് എളുപ്പവഴികൾ ഞാൻ നൽകുമെന്ന് അല്ലാഹു തന്റെ ഖുർആനിൽ പറയുകയാണ്. ആരാധത്തറിയോ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി.
ഓതിയിട്ടുള്ളത്. അതൊക്കെ ജീവിതത്തിൽ പാലിക്കണേ. ഹബീബ് നമ്മളോട് എന്തൊക്കെയാണോ ശ്രദ്ധിക്കാൻ പറഞ്ഞത് അത് ജീവിതത്തിൽ ശ്രദ്ധിക്കണേ. എടാ അത് ചെയ്യണ്ട, അത് നിനക്ക് ഗുണമില്ലടാ എന്ന് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് മുത്തഖി. ഇങ്ങനെ തഖ്വയുള്ളവരായാൽ മനുഷ്യന്റെ ലേശം പോലും പേടിക്കാതെ എന്റെ റബ്ബ് എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ അല്ലാഹു എല്ലാ വഴികളും എളുപ്പമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ ഈ ജീവിതമുണ്ടല്ലോ അത് ദുനിയാവിലെ ജീവിതമാണ്. അടുത്ത ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ ജീവിതമാണ്. അത് മരണത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഖബറിലേക്ക് ചെല്ലുമ്പോഴാ ആരംഭിക്കുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തേക്കുള്ള ആദ്യ കമ്പാർട്ട്മെന്റ് അത് ഖബറാണ്. അതിൽ ആരെങ്കിലും വിജയിച്ചോ ഖബർ എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ നല്ലപോലെ ചിന്തിക്കണം കേട്ടോ. ആയിരങ്ങൾ, രണ്ടായിരങ്ങൾ, മൂവായിരങ്ങളും നാലായിരങ്ങളും സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്നവരാ ഞാനും നിങ്ങളും. എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാ, മനോഹരമായ മെത്തകളിലാ കിടന്നുറങ്ങുന്നത്. എന്നാൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ ചെന്ന് കിടക്കുന്ന വീടിനെ കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മ? മൂന്ന് ഭാഗത്തും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വലത്തെ സൈഡിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ചുമരാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും മണ്ണുകൊണ്ടുണ്ടാക്കിയ ചുമരാണ്. താഴെ നമ്മൾ കിടക്കുന്നതും മണ്ണിലാണ്, മേലെയാണെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ലാബുകളാണ്. സുബ്ഹാനല്ലാഹ്. കുടിയന്മാർ നമ്മൾ കബറിലേക്ക് വെച്ചിട്ട് ആദ്യ കമ്പാർട്ട്മെന്റായ ആ കബറിലേക്ക് വെച്ചതിനു ശേഷം അതിന്റെ മുകളിൽ ഒരു മൂടുകല്ല് വെക്കുമ്പോ എന്നിട്ടൊരു പൊഴുതുമില്ലാതെ ഒരു തോരത്തിന്റെ പൊഴുതുപോലും ഇല്ലാതെ അതെല്ലാം നനച്ച മണ്ണുകൊണ്ട് മൂടിയിട്ട് അതിന്റെ മുകളിൽ ഒരാൾക്ക് ഉയരത്തിൽ മണ്ണിട്ടുകൊണ്ട് കല്ല് കുത്തിയിട്ട് പച്ചച്ചെടി കുത്തിയിട്ട് എല്ലാവരും തിരിച്ചു പോരില്ലേ? പിന്നെ ഞാനും നിങ്ങളും ഒറ്റക്കാട്. അതുവരെ വീട്ടിൽ ആളുണ്ടായിരുന്നു, അണിയറയിൽ പുതിയ പിളയുണ്ടായിരുന്നു, ചെറുപ്പക്കാരാ ക്ലബുകളിൽ കൂട്ടുകാരുണ്ടായിരുന്നു, പന്തളി ഗ്രൗണ്ടിൽ ആളുകളുണ്ടായിരുന്നു, നട്ടപ്പാതിരാക്ക് ടറഫുകളിൽ പോലും നമുക്ക് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ആദ്യ കമ്പാർട്ട്മെന്റായ പടച്ചറപ്പിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയായ മണ്ണറയാകുന്ന മണിയമക്കമറയുണ്ടല്ലോ, ചെറുപ്പക്കാരാ അത് മണിയറയാക്കാൻ നമുക്ക് സാധിക്കണം. അവിടത്തേക്കുള്ള വിഭവങ്ങൾ ഈ ദുനിയവിയായ രണ്ടാമത്തെ ജീവിതത്തിൽ ഒരുക്കണം ചെറുപ്പക്കാരാ. അതിനാണ് അല്ലാഹു പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യേണ്ട പൊന്നുമോനെ, മയക്കുമരുന്നിനെ നീ ഉപയോഗിക്കില്ല, കണ്ണുനീ കുടിക്കല്ല. എന്തിനാണ് അല്ലാഹു ഇത് പറയുന്നതെന്നറിയോ? കണ്ണ് ഒരു കാലത്ത് ഇവിടെ ഹലാലായിരുന്നല്ലോ, പിന്നെ എന്തിനാ കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞത്? ലഅല്ലകും തുഫ്ലിഹൂൻ. ആ കള്ളു കുടിക്കാതിരുന്നാൽ എല്ലായിടങ്ങളിലും പൊന്നുമോനെ നിനക്ക് വിജയിക്കാമടോ. ഇത് ഞാൻ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നിങ്ങൾക്കറിയുമോ കള്ളിനി പാടില്ല എന്ന ആയത്തങ്ങ് ഇറങ്ങിയപ്പോ കള്ളിനി പറ്റൂല, വളരെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. കള്ളിനി പറ്റൂല എന്നങ്ങോട്ട് പറഞ്ഞപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളെ നമ്മളിങ്ങനെ കുട്ടികൾ മദ്രസയിലൊക്കെ പാടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ബുർദിയിലൊക്കെ ഉണ്ട് അവസാനം
ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. അതിലൊരാളുണ്ട് ത്വൽഹ എന്ന് പറയുന്ന ആള്. ഈ ത്വൽഹ എന്ന് പറയുന്ന സ്വഹാബി വീട്ടിലേക്ക് അങ്ങോട്ട് ഓടുകയാണ്. കാരണം എന്താണെന്നറിയോ? മൂപ്പര അന്നത്തെ ഏറ്റവും വലിയ ഭാരത മുതലാളി. മൂപ്പര വീട്ടിൽ കള്ളിന്റെ ഭരണികൾ ശേഖരിച്ചു വച്ചിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് ഏറ്റവും മനോഹരമായ മനഃശാസ്ത്ര രൂപത്തിലായിരുന്നു ഹബീബായ മുത്തുനബി കള്ളിനെ നിരോധി. വളരെ രസമാണ്. കള്ള് നിർമാർജനം ചെയ്യുന്ന ചരിത്രം പഠിക്കുമ്പോ ഖുർആൻ തന്നെ 3 ഘട്ടമായിട്ടാണ്. ആ മൂപ്പര വീട്ടിൽ നിന്ന് ഒരു വലിയ സ്വഹാബാക്കൾ പറയാണ്, ഈ പുതുമഴയിൽ വെള്ളം വരുന്ന പോലെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കള്ള് ഒഴുകിപ്പോയിരുന്നു എന്ന് ആലോചിക്കുക. കാരണം മുത്തുനബി വേണ്ട എന്ന് പറഞ്ഞ കാലം. എന്തിനാണ് കള്ളിനെ ഉപേക്ഷിക്കുന്നത്? ചെറുപ്പക്കാരാ വിളിക്കുന്നറിയ അതിൽ പെട്ടുപോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് മാരകമായ മയക്കുമരുന്ന്. പെൺകുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നാട്ടിലേതല്ല, മൊത്തത്തിൽ കണ്ണിന്റെ പിരികം എഴുതുന്ന ഐബ്രോ പെൻസിലിന്റെ രൂപത്തിൽ പോലും മയക്കുമരുന്നുണ്ട്. അപ്പൊ കണ്ണിന്റെ പുരുകത്തിൽ എഴുതി അതിലൂടെ ആസ്വദിക്കുക. മലപ്പുറത്ത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ക്ലാസ്സിലെത്തിയ അവൾക്കൊരു ക്ഷീണം. അപ്പോ വരുന്ന വഴിയിൽ ഒരു കൂട്ടുകാരനുമായി ഇടപഴകിയിട്ടാണ് അവൾ സ്കൂളിൽ വരുന്നത്. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ പെൺകുട്ടിയുടെ തള്ളവിരൽ ഇങ്ങനെ വളർത്തിക്കുക. എത്ര അപകടകരമായ അവസ്ഥയാണ്. നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ഇത് നിരോധിക്കാൻ നമ്മൾ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോൾ ഗവൺമെന്റിന്റെ ആൾക്കാരൊക്കെ പാടൊക്കെ രംഗത്ത് വന്നിട്ട് പറയും അവിടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, സ്കൂളിൽ ഫുള്ള് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ആരാ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ? ഈ ഗവൺമെന്റ് തന്നെ. നമ്മൾ ഒച്ചുണ്ടാക്കിയിട്ട് ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറണം. എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട്. അവസാനം നിങ്ങൾ ആലോചിച്ച് റിപ്പോർട്ട് ചാനൽ വളരെ മനോഹരമായ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു ക്യാമ്പയിൻ. അതിലൊരു ഉയർത്തിപ്പിടിച്ചൊരു മനോഹരമായ സന്ദേശമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സഹാബിക്ക് 3 അവസരം കൊടുക്കണതാണ്, ഒരു ഉയർത്തിപ്പിടിക്കണം. ആ സ്വഹാബിയോട് പറഞ്ഞു, എനിക്ക് 3 ഓപ്ഷൻ ഉണ്ട്, ഏത് തെരഞ്ഞെടുക്കാം? ഒന്ന് കള്ളുടിക്കാനാ കൊടുത്തത്, രണ്ടാമത്തേത് വ്യഭിചരിക്കാനാ കൊടുത്തത്, മൂന്നാമത്തേത് ഒരാളെ കൊല്ലാൻ അവസരം കൊടുത്തത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ കൊല്ലൂല, കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ കൊല്ലലിക്ക് ഇഷ്ടമല്ല, കാരണം എനിക്കുണ്ടല്ലോ വാപ്പി ഇമ്മിയൊക്കെ സുഹൃത്തുക്കളുണ്ട്, ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊല്ലൂല. പിന്നെ വ്യഭിചാരാണ്, അവിഹിതബന്ധം എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് ഉമ്മുണ്ട്, ഭാര്യ ഉണ്ട്, അതുകൊണ്ട് വേറൊരാൾ എന്റെ പെങ്ങളി ഭാര്യനൊക്കെ വ്യഭിചരിക്കുമ്പോ അതെനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്, അതിലേക്ക് മൂല. പിന്നെ കള്ളാണ്, അത് വേണമെങ്കിൽ കുറച്ച് കുടിച്ചു നോക്കാന്നില്ല, കുടിക്കുക. ആ കള്ളു കുടിക്കുന്ന സന്ദർഭത്തിൽ ഇതൊഴിച്ചു കൊടുക്കുന്നത് ഒരു സുന്ദരിയായ പെണ്ണാണ്. ആ പെണ്ണുമായി വ്യഭിചരിക്കുക. നോക്കിങ്ങള് ഇവിടെ ഇതിന്റെ വില്ലനായതാരാ? ഈ ലഹരിയാണ്. അപ്പൊ ഈ വ്യഭിചരിക്കുന്നത് കണ്ട് കടന്നു വന്ന ഭർത്താവ്, ആ ഭർത്താവുമായിട്ട് ഇയാള് കശപിശ കൂടി ആ ഭർത്താവിന് ഇയാൾ കൊലപാതകം ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ 3 ഒറ്റടിക്കുണ്ടായി പോവുക. ഇതെന്തിനാ ഈ കള്ളു കുടിക്കണ്ടായിരുന്നേ? കള്ളു ഷാപ്പിൽ കേറിടാത്തതു സ്വർഗ കള്ളു കൊതിച്ചിട്ടോ, പെണ്ണിനാലരി നാറിനാദത് ഊറിമാരനി രച്ചിട്ടോ. അപ്പോ സ്വർഗത്തിൽ കള്ളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഇതിന് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ അത്തരം ശൈത്താന്മാരുടെ കെടിയിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഗൾഫിലൊക്കെ പോയി എന്നാൽ ഒരുപാട് സുഹൃത്തുക്കൾ മാറുകയാണ്. ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ വീഡിയോന്റെ ഏതെങ്കിലും ക്ലിപ്പ് കണ്ടിട്ടോ നാട്ടിൽ വരുമ്പോ മൗലൂദ് അന്യമാകുക, മജ്ലിസുന്നൂർ അന്യമാകുക, ബുർദ അന്യമാകുക, തറാവീഹ് 12ലേക്ക് ചുരുങ്ങുക. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങളെ,
യഥാർത്ഥ മുസ്ലിമായി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. ആദ്യ കമ്പാർട്ട്മെന്റ് കബറ, അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷപ്പെടാം. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹ്വ്. ദുനിയാവ് കളിയും തമാശയുമാണ്. വലദ്ദാറുൽ ആഖിറ, പാരത്രികമായ ലോകമുണ്ടല്ലോ, അതാണ് ഖൈർ, ഏറ്റവും അഭികാമ്യം. ലില്ലദീന യത്തഖൂൻ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആരുണ്ടോ അവർക്ക് ഏറ്റവും അഭികാമ്യമായത്, അനുയോജ്യമായത് അത് പാരത്രികമായ ലോകമാണ്. ആദ്യ വീടായ ഖബറിൽ രക്ഷപ്പെടണ്ടയോ? ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഒരു 4 കാര്യം ഖബറിൽ രക്ഷപ്പെടാനുള്ളത് ഒന്ന് കണ്ടോടിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളെ, മഹാനായ അബുൽ യൂസുഫ് സമർഖന്ദി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഖബറിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നോ എങ്കിൽ ഒരു 4 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഹഫളത്തുൻ അലസ്സലാ, 5 നേരത്തെ നിസ്കാരമുണ്ടല്ലോ, ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും മനുഷ്യ 5 നേരത്തെ നിസ്കാരം നിന്നെ മാറ്റി നിർത്തും കേട്ടോ. മഹാനായ അസ്സാലി തങ്ങൾ പറയുകയാണ്, ഭൗതികമായ ലാഭങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒരാൾ കൃത്യമായി നിസ്കാരം പതിവാക്കിയാൽ 3 ഗുണങ്ങൾ അവനിൽ എടുത്തു കാണും. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ? ഖുവ്വത്തൻ ഫിൽ ബദനി റിയാഅൻ ഫിൽ ഖൽബി വനൂറൻ ഫിൽ വജ്ഹി. മനുഷ്യന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശം അല്ലാഹു നൽകുമത്രേ. മാത്രമല്ല ഹൃദയത്തിൽ ഒരു വെളിച്ചം അല്ലാഹു ഇട്ടു നൽകുമത്രേ. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് ചെറുപ്പക്കാരാ, നമ്മളൊക്കെ റോൾ മോഡലാകേണ്ടത് ഹബീബിനെ പിന്തുടർന്നിട്ടാണ് മോനെ. ഫുട്ബോൾ കളിക്കണം കളിക്കണ്ട എന്നല്ല, ക്രിക്കറ്റ് കളിക്കണം കളിക്കണ്ട എന്നല്ല, ക്ലബ്ബുകളിൽ പോകണം പോകണ്ട എന്നല്ല മോനെ. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് കേട്ടോ, അതിനൊക്കെ ഒരു സമയമുണ്ട് മോനെ. ആ സമയങ്ങളാണ് അതിന് വിനിയോഗിക്കേണ്ടത്. നട്ടപ്പാതിരാക്ക് കുറുക്കന്മാരെ പോലെ ക്ലബ്ബുകളിൽ പോയി ടർഫുകളിൽ പോയി പന്ത് കളിക്കുന്നത് എന്തിനാണോ? ആരോഗ്യം സംരക്ഷിക്കാനാണോ? എന്നാൽ നിനക്ക് തെറ്റി. വൈദ്യശാസ്ത്രം പോലും പറയുന്നത് ചെറുപ്പക്കാരിൽ കൂടുതൽ മരണം കാണാൻ സാധ്യത വരുന്നത് അവർക്ക് കൃത്യമായി ഉറക്കം കിട്ടുന്നില്ല. പരിശുദ്ധമായ ദീന് പോലും പറയുന്നത് 7 മണിക്കൂറെങ്കിലും ശരാശരി ഉറങ്ങണം എന്നോ. എന്ത് ലാഭം അല്ലെങ്കിൽ നട്ടപ്പാതിരാക്ക് ആ കളിക്ക് പോയിട്ട് കാര്യം? നഷ്ടങ്ങളുണ്ട് ചെറുപ്പക്കാരാ. എന്നോടൊരു ഉമ്മ പറഞ്ഞൊരു വലിയ നഷ്ടം കേൾക്കണോ? ആലോചിച്ചു, അങ്ങനെ തന്നെ അല്ലേ ആ ഉമ്മ പറഞ്ഞത് തന്നെ ആവൂലേ ശരി? ആ ഉമ്മ പറയണേ, ഉസ്താദേ കുട്ടിന്റെ സ്വഭാവത്ത് മാറങ്ങൾ ഇറക്കണം. എന്തേത് ഒരു 12 മണിക്കാണ് കളിച്ചാൻ പോവുക. ഞാൻ ആ കളിക്ക് പറയാം കുറുക്കന്മാരെ കളിയില്ല. കാരണം 12 മണിക്ക് കഴിഞ്ഞാലാണ് കുറുക്കന്മാരെ പുറത്തു കാണാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ആ ഉമ്മ നേരം വിളിക്കുമ്പോൾ 6 മണിക്ക് അടുക്കളയിൽ കയറി ഉമ്മയാണ്. എന്തിനാ കയറിയത്? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാണ്, വീട് വൃത്തിയാക്കുകയാണ്. ചിലപ്പോൾ ദൂരടക്കം സാധുക്കൾക്ക് കിട്ടാറില്ല. ചെറുപ്പക്കാർ ചിന്തിക്കുക, നമ്മളെ 2 കിലോ 3 കിലോ പാന്റ് ആ സാധുക്കളാണ് തിരിക്കുക. എന്നിട്ട് രാത്രി 10 മണി കഴിഞ്ഞ് 10-11 ഇടയിൽ അവസാനത്തെ ലാസ്റ്റ് ബസ് അടുക്കളയിൽ റൂമക്ക് ഈ സാധുമ്മ എല്ലാ പണി കഴിഞ്ഞിട്ട് ഉമ്മ വരിക. അപ്പോഴും ഈ നട്ടപ്പാതിരാക്ക് കളി കഴിഞ്ഞ് വരുന്ന മോന് ടേബിളിൽ ഭക്ഷണം എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇമ്മ പറയാണ്, ഉസ്താദ് 2 മണിക്കാണ് ഈ കുട്ടി വരിക കളി കഴിഞ്ഞിട്ട്. ചെറുപ്പക്കാർ ചിന്തിക്ക്,
അങ്ങനെ വരും. ഒന്നാമത്തെ വട്ടം വാതിൽ മുട്ടും. നേരം വെളുക്കുമ്പോ 6 മണിക്ക് കയറിയ ഉമ്മ 11 മണിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയ ഉമ്മക്ക് ക്ഷീണം ഉണ്ടാവൂലേ? ഇമ്മ 11 മണിക്ക് ശേഷം വന്ന് കയ്യും കാലൊക്കെ നിവർത്തി ശക്തമായ വേദന ആരോടും പറയുന്നുണ്ടാകും. അങ്ങനെ ആ കട്ടിൽമ കടന്ന് കണ്ണുക്ക് ഉറക്കം പിടിച്ചത് 1 മണി കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഈ ചെറുപ്പം വന്ന് വാതിൽ മുട്ടുന്നത്. ഉസ്താദെ ഞാൻ അറിയാതെ ഉറക്കത്ത് കൊണ്ടുപോയി. ഓന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ഈ സാധുമ്മ ആ കട്ടിൽമന്ന് എണീറ്റ് അവിടെ ഇവിടെയൊക്കെ താങ്ങും പിന്നെ തൂണൊക്കെ കൊടുത്തിട്ട് ചുമരുമൊക്കെ പിടിച്ചു വന്നിട്ട് ഈ വാതിൽ, ഈ ഉമ്മ പറയണേ, ഈ വാതിൽ ഞാൻ അങ്ങോട്ട് തുറന്നപ്പോൾ എന്റെ കവിളത്തേക്ക് ഒരു അടി അടിച്ചു. ഉസ്താദേ, ഈ ചങ്ങായി എങ്ങനെ ദുനിയാവിലും ആദരത്തിൽ രക്ഷപ്പെടുക? നിങ്ങൾ ആലോചിച്ചു. നട്ടപ്പാതിരാക്ക് പോയി കടന്ന് ക്ഷീണം അകറ്റുന്ന ഉമ്മ എണീറ്റ് വന്നപ്പോ പന്തല് കഴിഞ്ഞു വന്നിട്ട് ഭയങ്കര ഉമ്മാനെ മൂത്തും കടിച്ച. നിങ്ങൾ ആലോചിച്ചു. ഇതല്ലേ ആ തറഫ് കൊണ്ടുണ്ടായ ലാഭം? അസ്സാലിമാൻ പറയാൻ നിസ്കരിക്കണോ, ഇനി ഫർദ് മാത്രമല്ല സുന്നത്തുകൾ അധികരിപ്പിക്ക്. ഇത് മനോഹരമായ വടിയാണ്, പരിശുദ്ധമായ ദീൻ. ഹബീബായ മുത്തുനബി എത്ര പോപ്പടികളാണ് നമുക്ക് എളുപ്പം രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഖബറിൽ രക്ഷപ്പെടാനുള്ളത്, ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ എളുപ്പ വഴി നിസ്കാരത്തിനും നിർബന്ധത്തിൽ. ഞാൻ 29-ാം നോമ്പിന് ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ഒരു സമൂഹ നോമ്പ് തുറയും ഒരു 10-200 ചെറുപ്പക്കാരും വെള്ളിപ്പാരും ഉമ്മമാരൊക്കെ ഒരുമിച്ച് കൂടി ഒരു സദസ്സ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, 29-ാമത്തെ നോമ്പാണ്, അസറാണല്ലോ, ഇതുവരെ ഒറ്റ ജമാഅത്ത് നഷ്ടപ്പെടാത്ത ആൾക്കാരൊന്ന് കയ്യൊന്നിച്ചാണ്. ഇമാമും ജമാഅത്തുമായിട്ട് ഒറ്റ അവിടെ ഇരിക്കുന്ന ഒരു 90% ആൾക്കാർ കൈവന്നിച്ചു. അൽഹംദുലില്ലാഹ്. ഷവ്വാലൊന്നിന് പള്ളിക്കാളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഷവ്വാലൊന്നിന് നമ്മളെ പള്ളിക്കത്തെ ഉസ്താദ് വിളിക്കുകയാണേ, അയൽവാസിക്കേ, നിങ്ങളോട് വന്നാലേ നമുക്ക് ജമാഅത്തായി നിസ്കരിച്ചാൽ. അപ്പൊ അത് പറ്റൂല. കൃത്യമായി നമ്മൾ നിസ്കാരത്തിന് ശ്രദ്ധ വേണം. രണ്ടാമത്തെ എളുപ്പമായി നല്ലോണം നിങ്ങൾ ദാനം ചെയ്യുക. മജ്‌ലിസുന്നൂറിൽ പായസം കൊടുക്കുന്നത് ദാനമാണ്. അല്ലാഹുവേ, നൽകിയവർക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗീയമായ പാനീയങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഇവിടെ ഭക്ഷണം നൽകുന്നത് അതൊരു സ്വതക്കയാണ്. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ദിക്റുകളും തസ്ബീഹുകളും ചെല്ലണേ, അത് ഖബറിൽ നിങ്ങൾക്ക് രക്ഷയാണ്. നാലാമത്തെ ഒരു കാര്യം, നല്ലോണം നിങ്ങൾ ഖുർആൻ ഓദിക്കോ. പ്രത്യേകിച്ച് ഖുർആൻ എന്ന് പറയുന്നത് അത് മരുന്നാണ്, അത് കാരുണ്യമാണ്, അത് നമ്മെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ഇമാമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അല്ലാഹുവിനെ പേടിക്കേണ്ട പോലെ പേടിച്ച് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കണേ. ഒരിക്കലും ഈമാൻ ഊരിപ്പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക്, ചിന്തകളിലേക്ക്, വാക്കുകളിലേക്ക് കടന്നു പോകല്ല. എപ്പോഴും അതിനെത്തുണ്ട് അല്ലാഹുവിനോട് കാവൽ തേടണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സംഭാവനകളൊക്കെ ഇവിടെ അറിയിച്ചതിന് ശേഷം നമുക്ക് ദുആ ചെയ്ത് പിരിയാം.